സരിത സരിത സരിരി മകരി. ആരാണടാ എന്നെ എറിഞ്ഞത്? സാർ, ഇതെന്നെ മനഃപൂർവ്വം കൊല്ലാനുള്ള പരിപാടിയാ. ഞാനാണ് സാർ, ബാലൻ. നീ ബാലനല്ലടാ, കാലനാ, കാലൻ. സത്യം പറ, ആര് പറഞ്ഞിട്ടാണ് നീ എന്നെ എറിഞ്ഞത്? അത് ഡയറക്ടർ സാർ പറഞ്ഞിട്ടാ. ഡയറക്ടർ പറഞ്ഞു? ഡയറക്ടർമാർക്ക് ഇത്ര അഹങ്കാരമോ? എവിടെ അവൻ? സാർ ഷൂട്ടിലാണ്. എവിടെ അവനെ? ഇന്നവനെ ഞാൻ ഷൂട്ട് ചെയ്യും. ഡയറക്ടർ സാറേ. അയ്യോ, എന്നെ കൊന്ന്. സോറി സാർ, ഞാനൊരു ആംഗിൾ നോക്കിയാണ്. എന്നെ കൊല്ലാനല്ലേ? ഏയ്, ഒരിക്കലുമില്ല സാർ. സാറിനെ കൊന്ന ഈ സിനിമ ഞാൻ എങ്ങനെ തീർക്കും? തൽക്കാലം ഈ ചിത്രത്തിന്റെ വർക്ക് തീർന്നവരെങ്കിലും സാർ എന്തായാലും ജീവിച്ചിരുന്ന പറ്റും. വർക്ക് തീർന്നാലോ? സാർ പിന്നെ തീർന്നാലെന്ത് തീർന്നില്ലെങ്കിൽ എന്ത്? ഏയ്, സാറിന് 100 ആയിസാർന്ന് പറഞ്ഞാണേ. ഉഗ്രൻ ഷോട്ട്. ഇതിനാണ് അഭിനയം എന്ന് പറയുന്നത്. എന്താ ഒരു ഒറിജിനാലിറ്റി. സാറ് കട്ട് പറഞ്ഞിട്ടും അയാൾ അഭിനയിച്ചോണ്ടിരിക്കുകയാണല്ലോ. എടോ, അതാണ് യഥാർത്ഥ നടൻ. കഥാപാത്രത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റാതെ വിഷമിക്കുകയാണ് അയാളുടെ മഹാനടൻ. ഞാൻ അയാളിൽ ഒരു സത്യനെയും നസറുദ്ദീൻ ഷായൊക്കെ കാണുന്നു. കൂളിളക്കത്തിലെ ജയനെയും സാറൊന്നും മനസ്സിൽ കണ്ടേക്ക്. എന്തോ അവിടെ നിൽക്കുന്നവർക്കൊന്ന് മാറിയേ. അവിടെ നോട്ടെ, അവർ ഫീൽഡല്ല, അവിടെ നോട്ടെ, അവിടെ നോ. ആ സാറേ, എന്തോ നടനെ പെട്ടെന്ന് വെള്ളം കൊണ്ട് കഴുകണം. അതെ മിസ്റ്റർ മേക്കമാൻ, എടോ അയാളുടെ മേക്കപ്പ് കണ്ടിന്യൂറ്റിയാണ്. അടുത്ത സീനിലും അത് വേണം. പെട്ടെന്ന് കഴിയില്ലെങ്കിലേ നടന്റെ ആയുസിന്റെ കണ്ടിന്യൂറ്റി പോവും. ഇയാൾ എന്തൊക്കെയാ പറഞ്ഞത്? നേരത്തെ അപകടം പറ്റിയ സീനിലേ ചോര സാറ് പറഞ്ഞപ്പോ ഞാൻ ആ പ്രൊഡ്യൂസർ ചെന്ന് കണ്ടു. ഞാൻ എന്ത് കൺട്രോളാണോ? പറഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടും ഷൂട്ടിംഗ് പകുതിയായില്ല. അല്ല സാറേ, അത് പിന്നെ സാറേ അടുത്ത സീനിലേക്ക് ആർട്ടിസ്റ്റിന് ചോര. എന്റെ അപ്പന് ബ്ലഡ് ബാങ്ക് ഇല്ല. അതുണ്ടാക്കാൻ 1000 രൂപ വേണം. എടോ, ഒരു കുപ്പി ചോരയ്ക്ക് 600 രൂപയേ ഉള്ളൂ. സിനിമയിലെ ചോരയ്ക്കൊക്കെ വലിയ വിലയാ സാറേ. ചോര നീരാക്കി എന്റെ പണമെടുത്ത് നീര് ചോരയാക്കല്ലേ. ഈ കൈത്തണ്ട മുറിച്ച് ആവശ്യമുള്ള ചോര എടുത്തോ. എന്നിട്ട് താങ്കളുടെ കൈത്തണ്ട മുറിച്ചോ? സാറേ, ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. ഷൂട്ടിംഗ് തീരുന്നതുവരെ ആ മനുഷ്യനെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാനൊരു റിസ്ക് എടുത്തു. എന്താ റിസ്ക്? ആ കുഴിപ്രഞ്ചാനു അടുക്കളയിൽ അരച്ചു വെച്ച മുളകെടുത്ത് ഞാൻ ചോര നിർമ്മിച്ചു. പടച്ചോനെ, ആ എരിച്ചിലാണ് സാറിനൊരു മഹാനടനെ സമ്മാനിച്ചത്. സാറേ, നാട്ടെന്റെ വരവ് കണ്ടിട്ട് ഒരു അംബരീഷ് പുരിയോ ജോസ് പ്രകാശോ ആകുന്ന തോന്നുന്നു. ഡയറക്ടറെ, എന്റെ മുഖത്ത് മുളക് തേച്ചിട്ടാണോ തന്റെ ബഡ്ജറ്റ് കുറക്കല്? അല്പം എരിഞ്ഞാലെന്താണ്? ഉഗ്രൻ അഭിനയല്ലായിരുന്നോ? അല്ലേ? പിന്നെ എടോ, അല്പം വേദനിച്ചാലേ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുള്ളൂ. എന്നാ കീഴടക്കണോ? എന്റെ കണ്ണിന് മുളകുള്ള പയ്യ, എന്റെ കണ്ണിനുണ്ട്. എടി, നീ മുളകിന്റെ വെള്ളമാണോ മുഖത്തൊഴിച്ചത്? വാപ്പ മുളകിന്റെ വെള്ളം മുഖത്തൊഴിക്കാനാ പറഞ്ഞത്. ഉമ്മ പറഞ്ഞു മുളകിനൊക്കെ വലിയ വിലയാന്ന്. ഈ കാടിവെള്ളം കൊണ്ട് ഒഴിക്കുന്നു. പശു പട്ടിണിയായി. അയ്യേ, കാടിവെള്ളമായിരുന്ന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പിശാചേ. ഇക്ക് വേണ്ട കാടിവെള്ളം. വാപ്പ പറഞ്ഞിട്ടാ വേഗം വരീൻ. Ready. ഒരു ഡയറക്ടർ ലുക്കിന് തൊപ്പി, കൂളിംഗ് ഗ്ലാസ്, ക്ലാപ്പ് ബോർഡ്, വാച്ച്, മോതിരം, അല്ല മൊബൈൽ വർക്ക് ചെയ്യില്ലേ? കുഴപ്പമില്ല, ഇപ്പൊ ഒരു ഡയറക്ടർ ലുക്കായി. ഓക്കെ, പോകാം. ആരണ്ടത്? ഓ, പുറകേന്ന് വിളിച്ചു. കണി മോശം. ഓ, നിങ്ങളായിന ഈ കുപ്പായം കാൽസറായി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബുഷ് അണ്ണായുധം വെക്കാൻ വന്നായിരിക്കും. ആ, നിങ്ങൾ അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ബാപ്പ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്ര വിവരല്ലേ ഉള്ളൂ. ഇതെന്ത് താക്കോൽ ഇംഗ്ലീഷ് പറയും. അത് മനസ്സിലായി, പക്ഷെ എനിക്കിതെന്തിനാ? മുതലാളി എന്ന് കട തുറക്കണം, തോട്ടുമുക്കൽ അതിരവാൻ വരും, ഒന്ന് മുടിവെട്ടണം, ചെലപ്പോ താടിയും പഠിക്കേണ്ടി വരും. എന്തേ എന്താണ്ടാ അനക്ക് ഇന്നലെ വരെ ഇല്ലാത്തൊരു ഭാവം? തൽക്കാലം അഹംഭാവാണെന്ന് കരുതിയാൽ മതി. എന്റെ ഈ സുന്ദരമായിട്ടുള്ള മുഖത്ത് നോക്കി കണ്ണി കണ്ടവന്റെ ഒക്കെ മുടി നാടിയും പഠിക്കാൻ പറയാൻ ബാപ്പാക്ക് എന്താ ലജ്ജയില്ലേ? ഇല്ലല്ലോ, ഞമ്മക്ക് എന്തിനാണ്ടാ ലജ്ജ? ഉണ്ടാവില്ലല്ലോ. നാണില്ലാത്തോന്റെ ആസനത്തിൽ ആല് മുളച്ചു കഴിഞ്ഞാൽ AC ആണെന്ന് പറയുന്ന കൂട്ടരല്ലേ? എന്തേ? ഒന്നുമില്ല. എന്നാലേ ഞമ്മളെ വാപ്പ, ബാപ്പന്റെ വാപ്പ, മൂപ്പരെ വാപ്പ, മൂപ്പരെ ബാപ്പന്റെ ബാപ്പന്റെ ബാപ്പ, എല്ലാവരും താവയ്യായിട്ട് ഒസന്മാര്, ഒന്നാം തരം ബാർബർമാര്, അതിൽ അവസാനത്തെ കണ്യായി. തൽക്കാലം
ആ കണ്ണി അങ്ങോട്ട് മറന്നേക്ക് ബാപ്പ. കുളൂസ് അടിക്കാതെ ചെന്ന് പഠിക്കാൻ നോക്കടാ. ഇന്നലെ വരെ ഞാനൊരു ബാർബർ ആയിരുന്നിരിക്കാം, പക്ഷേ ഇന്നു മുതൽ ഞാനൊരു ഡയറക്ടറാണ്. എന്തിന്റെ മോനെ? ഈ സിനിമ, സീരിയൽ, ആൽബം തുടങ്ങി ഒട്ടനവധി വിഷ്വൽസിന്റെ സംവിധായകനാവാൻ പോകുന്നവനാണ് ഈ ജമാൽ രണ്ടത്താൻ. കേവലം ഒരു ബാപ്പയായിട്ട് എന്റെ കരിയർ നശിപ്പിക്കരുത് പ്ലീസ്. അടിവയറിന്റെ വിശപ്പ് മാറ്റിയിട്ട് മതിയടാ ആന്റെ കരിയർ. അല്ല, നിങ്ങൾക്ക് എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? കാലാകാലം നാട്ടുകാരുടെ മുഖം ചേർക്കാൻ ഈ ജമാൽ രണ്ടത്താനെ കിട്ടുന്നു. അത് വ്യാമോഹമാണ്, ഈ സമൂഹത്തിന്റെ മൊത്തം വ്യാമോഹമാണ്. അതങ്ങ് പോയി പള്ളി പറഞ്ഞ മതി. സോറി ഡാഡ്. ബാപ്പ വേറെ ആരെങ്കിലും നോക്ക്. പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് നന്നായി പോകുന്നൊരു ഏർപ്പാട് കളഞ്ഞിട്ട് അറിയാത്ത പണിക്ക് പോലെ മോനെ. ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. ഒരു ബാർബറാകാൻ പടച്ചോന്റെ അനുഗ്രഹത്തിനാ. നല്ല മൂർച്ചയുള്ള ഒരു കത്രികയും ഒരു ബ്ലേഡും തന്നെ ധാരാളം. പക്ഷെ ഒരു ഡയറക്ടറാകാൻ ഒരുപാട് ബുദ്ധിയും ഭാവനയും അത് മസ്റ്റ് ആൻഡ്. പിന്നെ എന്നിലെ ഈ ബാർബറിനെ ഒരു ഡയറക്ടറെ ബാപ്പ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു. ബാപ്പക്കറിയോ, ഞാൻ എവിടെയെങ്കിലും ജനിക്കേണ്ടവനല്ല. നേരെ ചൊവ്വ താടി പഠിക്കാൻ അറിയാത്ത നീ എങ്ങനാടാ സംവിധാനിക്കാൻ പോണത്? ഓ പിന്നെ സൂപ്പർ സംവിധായകരൊക്കെ ക്ഷൗരം ചെയ്തിട്ടല്ലേ ഈ നിലയിലെത്തിയത്. വിവരമില്ലെങ്കിൽ അത് പറ. ഓലിക്കോരെ പണി അറിയാം. അനക്ക് എന്തറിയടോ? ഈ ആദ്യം പഠിച്ച പണി മുഴിപ്പിക്കും. ബാപ്പ, ഒന്നില്ലെങ്കിൽ ഒരു ഡയറക്ടർ ബാപ്പ എന്ന പേരിൽ ബാപ്പക്ക് അഭിമാനിക്കാൻ പാടില്ല. ബാപ്പ അഭിമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരുന്നാ മതി. ബാപ്പ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി മുടിവെട്ടി കളിക്കുന്ന പഠിക്കില്ല. ലക്ഷങ്ങളാ ലക്ഷങ്ങൾ. അല്ല, ഞാൻ ആലോചിക്കുന്ന ഈ ബാപ്പാന് എവിടെ പോയാ? ഇവിടെ 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 ഈ ബാപ്പാനൊക്കെ ആർക്കറിയാം? കയ്യിൽ കാശിലാണ്ട് മുടി വെട്ടാൻ പറ്റാൻ തീരുമാനിക്കാക്ക്, പിന്നെ പത്രക്കാരൻ കാണാറുണ്ട്, പിന്നെ ബാപ്പ കാശ് കൊടുക്കാനുള്ള കുറച്ച് ആൾക്കാർക്ക്. പക്ഷെ ഇങ്ങോട്ടേ എന്നിട്ടല്ല, നാളെ ഈ ലോകം മുഴുവൻ അറിയും ഡയറക്ടർ ജമാൽ രണ്ടത്താൻ. കണ്ട കയ്യില് രോമം കംപ്ലീറ്റ് എഴുതിട്ട് ഡാൻസ് കളിക്കുന്ന കാണും. നല്ല രണ്ട് പട കിട്ടിയാൽ കംപ്ലീറ്റ് താണോളും. ജമാലെ, പടച്ചോ നമ്മളെ ബാർബർ ആക്കാനാ തീരുമാനിച്ചു. ബാപ്പയുടെ കാര്യത്തില് പടച്ചോൻ ചിലപ്പോൾ അത്രയ്ക്കേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാവരും ബാർബർമാരായാൽ ഈ മലയാള സിനിമയുടെ ഗതി എന്താവും? ഇല്ല, മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഹോളിവുഡ് സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞാൻ ബാർബർ പണി നിർത്തി. ഗുഡ് ബൈ ബാർബർ ഡാഡ്. ഓ, ദേവിന്റെ പുറകെ വിളിച്ചു. എന്താണുമ്മ ഒരു നല്ല കാര്യത്തിനുമ്മ പുറകെ വിളിക്കരുത് 100 പ്രാവശ്യം പറഞ്ഞില്ലേ? ഇത് കുടിച്ചിട്ട് പോമാനെ. കൊടുത്തോ, പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തും. ഈയാണോ ഓനെ നശിപ്പിക്കണേ? പിന്നെ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടാ നശിക്കാൻ പോണ്. നിങ്ങളെ വർത്താനം കേട്ടാ തോന്നുന്നു ഞമ്മളോന് കൊടുത്തത് കള്ളാണെന്ന്. മതി. ഈ പോക്ക് പോയാൽ ഓൻ അതും അതിനപ്പുറത്തും എത്തും. ഓൻ അറിയാതാ ഹറാമാണെന്നൊക്കെ ഇല്ലടാ. പിന്നെ ഇതെന്താണ്ട ഒരു മരക്കഷ്ണം? ഇത് മരക്കഷ്ണല്ലോ, ഇതാണ് ക്ലാപ്പ് ബോർഡ്. ഇനി എന്റെ പണിയായുധം ഇതാണ്. അന്റെ പണിയായതും കത്രിയല്ലടാ. ഇമ്മ ഞാൻ ആ പണിയൊക്കെ നിർത്തി. ഇനിയിപ്പോ ഞാൻ സംവിധായകനാണ്. സംവിധായകനോ? യെസ് മാം. ഞാൻ ഒരു ആൽബം എടുക്കാൻ പോകുന്നു. ഒരാൽബടുത്ത് പൊക്കാനാണോ ഈ ഇമ്മാരത്തെ വേഷമൊക്കെ കെട്ടി നടക്കുന്നത്? ഉമ്മ ഉദ്ദേശിച്ചത് ഈ ഫോട്ടോ ആൽബം ഈ അടുത്ത പൊങ്ങാത്തത്. ഇതല്ല, ഇത് ടി വിയിലൊക്കെ ഉമ്മ കണ്ടല്ലേ ഈ പെമ്പിള്ളേർ ഇങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് പറന്നു നടക്കണത്. ആൽബം വിഷ്വൽസ്. അത് ഞാൻ സംവിധാനിക്കാൻ പോകുന്നു. അത് ഹിറ്റായാൽ പിന്നെ ഒരു മലയാള സിനിമ, പിന്നെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ്, അങ്ങനെ അങ്ങോട്ട് പോകും. തേരോ നന്നായി മോനെ. എനക്കറിയോ, അപ്പുറത്തെ വീട്ടിലെ കദീസ്ഥാത്തന്റെ മോനുണ്ടല്ലോ സുൽഫിക്കർ, ഓനൊരു ആൽബത്തിൽ വന്നൊന്ന് കൂട്ടത്തിൽ നിന്നിട്ടുള്ളൂ. അയ്യേ, പപ്പളത്തിനോളൊരു കിഫർ ധൈര്യമായിട്ട് സംവിധാനിച്ചോ. അന്നത് ഈ മനുഷ്യന്റെ മാതിരി കാലാകാലം ആരാന്റെ താടി മുടിയും വെട്ടി നടന്നാലേ ഇക്കാലത്ത് ഒന്നും കിട്ടാൻ പോണില്ല. ഇനി പാലിന് പകരം ഈ 2 ഗ്ലാസ് കള്ളു കുടിച്ചാലും മതി. എന്റെ മോൻ വലിയ സംവിധായകനായാൽ മാത്രം മതി ഉമ്മാക്ക്. താങ്ക് യു.